ജീവനുള്ള കൃപയുള്ള വചനങ്ങൾ ഇന്ന് സൂക്ഷിക്കേണ്ടതാണ്. ഈ കൃപയുള്ള വചനങ്ങളും കൃപയില്ലാത്ത വചനങ്ങളും വരുന്നുണ്ട്. അത് വലിയ ഡേഞ്ചറാണ്. ബി കെയർഫുൾ. അതുകൊണ്ടാണ് 2 കോരിന്ത്യർ 2:17 പൗലോസ് ശ്ലീഹ പറയുന്നത്, ദൈവവചനത്തില് മായം ചേർത്ത് കച്ചവടം നടത്തുന്നവർ ചെയ്യുമ്പോൾ അത് സംഭവിക്കും. അടയാളങ്ങളൊക്കെ ഉണ്ടാവും. ചില ബഹിഷ്കരണ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് അങ്ങനെ അടയാളം കൊടുക്കും. നമ്മളൊക്കെ ഇതല്ല, അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയൊന്നും അവർ സ്പിരിറ്റ് അവിടെ പോകേണ്ടത് സത്യാത്മാവ് പ്രവർത്തിക്കണം. ആ സത്യാത്മാവ് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ വിശുദ്ധി എന്ന തലം വേണം. വിശുദ്ധിയിലൂടെ ഒഴുകുന്ന അരൂപിയാണ് പരിശുദ്ധാത്മ. വിശുദ്ധിയിലൂടെ പരിശുദ്ധി. കാരണം ദൈവം പരിശുദ്ധമായ ഹോളി സ്പിരിറ്റാണ്. ഹോളി ആയാൾ ഹോളിനെസ് വേണം. അപ്പൊ ഇവിടെ വിടുതൽ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോയിലൂടെ അരൂപിയാണ്, അഭിഷേകമാണ് പ്രവർത്തിക്കുന്നത്, ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഈ വ്യക്തിയുടെ അശുദ്ധിയെ, പാപത്തെ, കെട്ടുകളെ അഴിച്ചു മാറ്റുന്നത്. സഭയിലൂടെ അത് അഴിച്ച് പുറത്തു കൊണ്ടുവരും. ആ വ്യക്തി പുറത്തു വരും. അതോടെ ആൾക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നു, തിരുസഭയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നു, ദൈവരാജ്യത്തെ ബഹുമാനിക്കാൻ പറ്റുന്നു, ഗ്രഹിക്കാൻ പറ്റുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു. ഒത്തിരി പേർക്ക് പല കാര്യം വചനം പോലും അത്ഭുതങ്ങൾ പോലും അടയാളം ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ഗ്രഹിക്കണമെങ്കിൽ അത് വേറെ തലമാണ്. ദൈവവചനം അത് ഗ്രഹിക്കണമെങ്കിൽ ദൈവം തുറന്നു തരണം. കൊളോസസ് 4:2 പറയുന്ന പോലെ ദൈവം വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നൊരു സംഭവം. ദൈവം തുറക്കണം. അതുകൊണ്ടാണല്ലോ ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 8 മുതൽ വചനം വായിക്കുമ്പോൾ, ദാനിയേലേ നീ നിന്റെ വഴിക്ക് പോകുക. ഈ വചനം അവസാനം വരെ അടച്ച് മുദ്ര വെച്ചതാണ്. ഇപ്പൊ വീണ്ടും തിരിച്ചു വരിക. അതായത് ഈശോ ദൈവവചനമാണ്, സത്യവചനമാണ്, ജീവൻ. അതായത് യോഹന്നാൻ 6:63 ഈശോ. അതായത് ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനും. അപ്പൊ ശരിയായ സത്യവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഡെലിവർ സംഭവിച്ചുകൊണ്ടിരിക്കും. വചനമാകുന്ന വാളെടുത്തു കഴിഞ്ഞാൽ ഡെലിവർ സംഭവിക്കും. വേറെ എന്തെടുത്താലും ഈ സംഭവിക്കില്ല. ദൈവവചനം, ഈശോ വചനം തന്നെ. അതുകൊണ്ടാണ് ഈശോ ഒരാളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോ പൈശാചികത്തെ ശാസിക്കുമ്പോൾ ആ നിമിഷം ആ തിന്മയുടെ അരൂപി അല്ലെങ്കിൽ ആ ശക്തി, ആ പാപശക്തി ആ വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ ഇറങ്ങിപ്പോകുമ്പോൾ ആ കൂട്ടത്തിൽ ചിലപ്പം രോഗങ്ങൾ അഴിഞ്ഞു പോകും. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ആ മനുഷ്യനിലെ എല്ലാം ആകുലതകൾ വിട്ടുപോകും, ഭയം വിട്ടു എല്ലാം. ഞാൻ കണ്ടുകൊണ്ട് ചിലക്ക് ഡെലിവറി പ്രയർ കിട്ടിക്കഴിയുമ്പോൾ വലിയൊരു മാറ്റം, ടോട്ടൽ ചേഞ്ച് സംഭവിക്കുന്നത് കാണാൻ പറ്റും. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിൽ വിടുതൽ സംഭവിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.